നമ്മൾ സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ്. സിനിമയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ വ്യത്യസ്തമായ മേഖലകളെ പരിഗണിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മാത്രമല്ല, വ്യത്യസ്ത മേഖലകളിൽ തലങ്ങളിലുള്ള എല്ലാവരെയും ഉൾക്കൊള്ളുക എന്നതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് നമ്മൾ എത്തിയൊരു ഘട്ടം എന്ന നിലയിൽ ഒരു സമഗ്രമായ സിനിമാ നയം കേരളത്തിൽ രൂപീകരിക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് നമ്മൾ അടുക്കുകയാണ്. വളരെ ജനാധിപത്യപരമായ ഒരു സംഘാടനമാണ്. എല്ലാവരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു സിനിമാ നയം രൂപീകരിക്കുന്നതിന് ഒരു കോൺക്ലേവ് നമ്മൾ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഒരു പക്ഷേ ഇത്രയും ഡെമോക്രാറ്റിക് ആയിട്ട് ഒരു കോൺക്ലേവ് ലോക ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു സിനിമ നയരൂപീകരണത്തിന്റെ ഭാഗമായി നടക്കുന്നത്. ഇതിന് പ്രധാനമായും നമ്മൾ കേന്ദ്രീകരിക്കുന്നത്, ഒന്ന്, സിനിമയെ ഒരു വ്യവസായമായി എങ്ങനെ രൂപാന്തരപ്പെടുത്താൻ കഴിയും, അതുപോലെ തന്നെ സാംസ്കാരിക ക്രിയാത്മക വ്യവസായത്തിന്റെ സാധ്യതകൾ എന്തെല്ലാമാണ്, തൊഴിൽ നിയമങ്ങൾ സിനിമ മേഖലയ്ക്ക് എങ്ങനെ ബാധകമാക്കാൻ കഴിയും, സ്ത്രീ സുരക്ഷ ഉറപ്പാക്കാനുള്ള നടപടികൾ എന്തെല്ലാമാണ് തുടങ്ങി ഒരുപാട് നാളുകളായി കേരളത്തിലെ വിവിധ മേഖലകളിൽ നിന്ന് സിനിമയുമായി ബന്ധപ്പെട്ട സംഘടനകളും വ്യക്തികളും കലാകാരന്മാരും ആവശ്യപ്പെടുന്ന പ്രശ്നങ്ങളെ അഡ്രസ് ചെയ്യുകയാണ് ഈ കോൺക്ലേവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ കോൺക്ലേവിൽ ഉയർന്നു വരുന്ന ചർച്ചകൾ അതെല്ലാം തന്നെ പരിശോധിച്ച് അന്തിമമായി വിശകലനം ചെയ്ത് ഒരു സമഗ്രമായ സിനിമാ നയം കേരളത്തിൽ രൂപപ്പെടുത്തുക എന്നതാണ് നമ്മൾ ലക്ഷ്യമിടുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനുവേണ്ടി വിവിധ ഘട്ടങ്ങളിലായി ഒട്ടേറെ പ്രവർത്തനങ്ങളാണ് നമ്മൾ നടത്തിയിട്ടുള്ളത്. നിങ്ങളെ പലരും ഇതുമായി ബന്ധപ്പെട്ട് പല സന്ദർഭങ്ങളിലും ചോദ്യങ്ങൾ ചോദിക്കുകയും നിങ്ങളുടേതായ ആശങ്കകൾ മാധ്യമങ്ങളിലൂടെ പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോഴെല്ലാം ഞാൻ പറഞ്ഞൊരു കാര്യം, ആത്യന്തികമായി ഈ പറഞ്ഞിട്ടുള്ള വിഷയങ്ങൾക്കെല്ലാം പരിഹാരം കാണാൻ കഴിയുന്ന ഒരു നയ സമീപനം നമ്മൾ ഉണ്ടാക്കും. 3 തീയതികളിൽ കേരള നിയമസഭാ സമുച്ചയത്തിലെ ശങ്കരനാരായണൻ തമ്പി ഹാളിൽ വെച്ച് ആണ് ഈ കേരള ഫിലിം പോളിസി കോൺക്ലേവ് നടക്കുന്നത്. കോൺക്ലേവ് കേരളത്തിന്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. അതുപോലെ തന്നെ സിനിമയുടെ വിവിധ വശങ്ങൾ സമഗ്രമായി ചർച്ച ചെയ്യുന്ന കോൺക്ലേവ് നിലയിൽ രാജ്യത്തിന് പുറത്തും രാജ്യത്തും കേരളത്തിലുമുള്ള ഒട്ടേറെ പ്രമുഖ വ്യക്തികൾ ഇതിന്റെ പല സെക്ഷനുകളിലായി പങ്കെടുക്കുന്നുണ്ട്. പാനൽ ഡിസ്കഷനിൽ പങ്കെടുക്കുന്നുണ്ട്. ഉദ്ഘാടന സമാപന മീറ്റിംഗിൽ പങ്കെടുക്കുന്നുണ്ട്. ഇന്ത്യയിൽ ഇതിനോടകം 17 സംസ്ഥാനങ്ങളിലാണ് സിനിമാ നയം രൂപീകരിച്ചിട്ടുള്ളത്. ഈ 17 സംസ്ഥാനങ്ങളിലെ ബന്ധപ്പെട്ട പ്രതിനിധികൾ, നാഷണൽ ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ പ്രതിനിധികൾ, കേന്ദ്ര വാർത്താവിനിമയ പ്രക്ഷേപണ മന്ത്രാലയത്തിന്റെ പ്രതിനിധികൾ, കേന്ദ്ര സംസ്ഥാന മന്ത്രിമാർ, കേന്ദ്ര സാംസ്കാരിക ടൂറിസം മന്ത്രാലയം തുടങ്ങി വിവിധ സെക്ടറുകളിലെ പ്രമുഖ വ്യക്തികൾ, കേരളത്തിലെ നമ്മുടെ സിനിമാ മേഖലയിലെ എല്ലാ സംഘടനകളുടെയും പ്രതിനിധികൾ അടക്കം ഏതാണ്ട് 500 ഡെലിഗേറ്റ്സ് ആണ് ഈ കോൺക്ലേവിൽ പങ്കെടുക്കുന്നത്. ഉദ്ഘാടന സമാപന സമ്മേളനങ്ങളിൽ 1500 ആളുകളെ നമ്മൾ പ്രത്യേകമായി ക്ഷണിക്കുന്നുണ്ട് ഈ സെക്ടറിൽ നിന്ന്. ഈ കോൺക്ലേവിന്റെ ഭാഗമായി ഞാനിവിടെ സൂചിപ്പിച്ച പോലെ അന്താരാഷ്ട്ര സിനിമയിലെ പ്രമുഖർ, സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകർ, സിനിമാ സംഘടനകൾ, തൊഴിൽ നിയമരംഗങ്ങളുടെ വിദഗ്ധർ, അതുപോലെ ഫ്രാൻസ്, ഇറ്റലി, ജപ്പാൻ, കൊറിയ, UK, UAE എന്നിവിടങ്ങളിലെ പ്രമുഖ ചലച്ചിത്ര ഏജൻസിയിൽ നിന്നുള്ള പ്രതിനിധികൾ, മലയാളം, തമിഴ്, തെലുങ്ക്, ഹിന്ദി സിനിമയിലെ പ്രമുഖ വ്യക്തികൾ, പിന്നെ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ വിവിധ വകുപ്പുകളുടെ പ്രതിനിധികളെല്ലാം ഈ കോൺക്ലേവിൽ പങ്കെടുക്കുന്നുണ്ട്. പാനൽ ഡിസ്കഷനിൽ പങ്കെടുത്തുകൊണ്ട്
പ്രതിനിധികളായ ആളുകൾക്ക് എല്ലാം അവരുടെ നിർദ്ദേശങ്ങൾ ഉന്നയിക്കാൻ കഴിയും, അവർക്ക് രേഖാമൂലം എഴുതി കൊടുക്കാൻ കഴിയും. പാനൽ ഡിസ്കഷന് ശേഷം പൊതുചർച്ച തുടർന്ന് നടത്തും. 2 ദിവസം ഉണ്ടാവും. ആ പൊതുചർച്ചയിൽ പാനൽ ഡിസ്കഷൻ നേതൃത്വം സിനിമാ മേഖലയ്ക്ക് സമഗ്രമായ വികസനോന്മുഖമായ ഒരു കാഴ്ചപ്പാട് എന്നതാണ് നമ്മൾ ലക്ഷ്യമിടുന്നത്. 2023 ജൂണിൽ ഇതിനായി ഒരു കമ്മിറ്റി നമ്മൾ രൂപീകരിച്ചു. അന്ന് KSFDCയുടെ ചെയർമാനായിരുന്ന ഏറ്റവും പ്രിയങ്കരനും ബഹുമാന്യമായ ശ്രീ ഷാജിയൻ കരുണിന്റെ നേതൃത്വത്തിലാണ് ഇതിനാവശ്യമായ ഒരു നയരൂപീകരണ കമ്മിറ്റി രൂപപ്പെടുത്തിയത്. ഈ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഏതാണ്ട് 20ഓളം കൂടിക്കാഴ്ചകളിലൂടെ സമവായം രൂപീകരിച്ചും പക്ഷേ കേരള ചരിത്രത്തിൽ ഇത്രയും വ്യക്തിഗതവും സംഘടനാ തലത്തിലും ചർച്ചകൾ നടത്തി ഒരു നയത്തിന്റെ രൂപരേഖ തയ്യാറാക്കി മറ്റൊന്നും ഉണ്ടാകില്ല. അത് അത്ര ഭംഗിയായിട്ടാണ് ഷാഹിസ്ഥാന്റെ നേതൃത്വത്തിൽ ഈ കമ്മിറ്റി രൂപരേഖ തയ്യാറാക്കിയിട്ടുള്ളത്. ഈ രൂപരേഖയിൽ യാതൊരു മാറ്റവും വരുത്താൻ ഇപ്പോ ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നില്ല. ഈ രൂപരേഖ പൂർണ്ണമായി നമ്മുടെ കോൺഗ്രയിൽ നമ്മൾ അവതരിപ്പിക്കും. സ്വാഭാവികമായിട്ടും എല്ലാവർക്കും അനുകൂലവും പ്രതികൂലവുമായ അഭിപ്രായങ്ങൾ പറയാൻ കഴിയുന്ന വളരെ ജനാധിപത്യപരമായ പ്ലാറ്റ്ഫോം എന്ന നിലയിൽ അവരുടെ അഭിപ്രായങ്ങൾ നമ്മൾ കേൾക്കും. എല്ലാവരും യോജിക്കുന്ന തലത്തിൽ ഉള്ള ഒരു അഭിപ്രായ രൂപീകരണമായിരിക്കും അന്തിമമായി നമ്മൾ രൂപപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. ചില കാര്യങ്ങളിലൂടെ അതിന്റെ ഭാഗമായി പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ നമ്മുടെ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം 1-2 പിണറായി ഗവൺമെന്റ് കാലത്ത് വനിതാ പട്ടികജാതി പട്ടികവർഗ സംവിധായകരെ പ്രോത്സാഹിപ്പിക്കാനുള്ള ഒരു പദ്ധതി നമ്മൾ നടപ്പാക്കി വരുന്നുണ്ട്. അതിന് വനിതകളുടെ വിഭാഗത്തിൽ 2 പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽ 2 തിരക്കഥകൾ അവ സിനിമയാക്കാൻ 1.5 കോടി രൂപ വീതം 3 കോടി രൂപ ഒരു സെക്ടറിലേക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്. മൊത്തം 6 കോടി രൂപ നമ്മൾ അതിനായി കൊടുക്കുന്നുണ്ട്. ഈ പദ്ധതി പ്രകാരം വനിതാ സംവിധായകരുടെ 4 സിനിമകളും പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെടുന്നവരുടെ 3 സിനിമകളും ഇതിനോടകം റിലീസ് ചെയ്തിട്ടുണ്ട്. ഇപ്പം 2 വിഭാഗങ്ങളിലും ഓരോ സിനിമകൾ വീതം പോസ്റ്റ് പ്രൊഡക്ഷനിലാണ്. പുതിയതായി ഇത് കൂടാതെ 4 സിനിമകൾ കൂടി ഇപ്പോ ഈ പദ്ധതി പ്രകാരം തെരഞ്ഞെടുത്തിട്ടുണ്ട്. അതിന്റെ നടപടികൾ പൂർത്തീകരണ ഘട്ടത്തിലുമാണ്. ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം സ്ത്രീ പട്ടികജാതി പട്ടികവർഗ മേഖലയിൽ കടന്നു വരാൻ കഴിയാത്ത വിഭാഗം എന്ന നിലയിൽ അവർക്ക് വലിയൊരു പ്രാധാന്യമാണ് ഈ ഗവൺമെന്റ് സിനിമ സംവിധാനം അല്ലെങ്കിൽ സിനിമ നിർമ്മിക്കുന്നതിനുള്ള അനുവാദം നൽകിയതിലൂടെ നമ്മൾ സ്ഥാപിച്ചിട്ടുള്ളത്. നല്ല തരത്തിലുള്ള പ്രതികരണമാണ് ഈ പദ്ധതിക്ക് കേരളത്തിലെ പൊതു സമൂഹത്തിൽ നിന്നുണ്ടായിട്ടുണ്ട്. കേരളത്തിലെ KSFDCയുടെ തിയേറ്ററുകൾ നവീകരിക്കുക എന്ന പദ്ധതിയും ഈ കാലങ്ങളിൽ നമ്മൾ നടപ്പാക്കി. വെറും നവീകരണമല്ല, ലോകോത്തര നിലവാരത്തിലുള്ള ആധുനിക സാങ്കേതിക സംവിധാനങ്ങൾ ഉണ്ടായിക്കൊണ്ടുള്ള സജ്ജീകരണങ്ങളാണ് നടന്നത്. ഇതിന്റെ ഭാഗമായി തിരുവനന്തപുരത്തെ കൈരളി തിയേറ്റർ സമുച്ചയം നമ്മൾ ഈ ഗവൺമെന്റ് വന്നേഷം ഉദ്ഘാടനം ചെയ്തു. തൃശൂർ കൈരളി ശ്രീ തിയേറ്ററുകൾ നവീകരിച്ച് ഈ ഗവൺമെന്റ് വന്ന് കഴിഞ്ഞ മാസം അതിന്റെ ഉദ്ഘാടനം നമ്മൾ നിർവഹിച്ചു. ബേബി റൂമുകൾ, അതുപോലെ തന്നെ പ്രത്യേക ഫീഡിംഗ് റൂം ഇവ സജ്ജീകരിച്ചിട്ടുണ്ട്. പുതിയ തിയേറ്ററുകളുടെ നിർമ്മാണവും നന്നായി നമ്മൾ ഏറ്റെടുത്ത ഒരു കാലമാണ്. പ്രത്യേകിച്ച് കിഫ്ബിയുടെ സാമ്പത്തിക സഹായത്തോടെ കായംകുളം, വൈക്കം, അളഗപ്പ നഗർ, പയ്യന്നൂർ അവിടെ ഇപ്പൊ നമ്മുടെ തിയേറ്റർ നിർമ്മാണം പുരോഗമിച്ചു വരികയാണ്, അന്തിമഘട്ടത്തിലാണ്. ശ്രദ്ധേയമായ ഒരു പ്രവർത്തനമാണ് വനിതകൾക്ക് തൊഴിൽ പരിശീലനം കൊടുക്കാൻ വേണ്ടിയുള്ള തീരുമാനം. പ്രൊഡക്ഷൻ മാനേജ്മെന്റ്, ക്യാമറ ആൻഡ് ലൈറ്റിംഗ്, ആർട്ട് ആൻഡ് ഡിസൈൻ, കോസ്റ്റ്യൂം, മേക്കപ്പ്, പോസ്റ്റ് പ്രൊഡക്ഷൻ സൂപ്പർവിഷൻ, മാർക്കറ്റിംഗ് ആൻഡ് പബ്ലിസിറ്റി എന്നീ വിഭാഗങ്ങളിൽ തൊഴിൽ പരിശീലനം നൽകുന്നതിനുള്ള പദ്ധതി ചലച്ചിത്ര അക്കാദമി വഴി നമ്മളിപ്പോൾ ആരംഭിച്ചെന്ന് മാത്രമല്ല, പരിശീലനത്തിന് ശേഷം പ്രൊഫഷണൽ ഫിലിം പ്രൊഡക്ഷൻ കമ്പനികളിൽ തൊഴിലവസരത്തിന് അക്കാദമി വഴിയുള്ള സംവിധാനവും ഇപ്പോൾ ഒരുക്കുകയാണ്. 6 മാസത്തേക്ക് ചലച്ചിത്ര അക്കാദമി ഇവർക്ക് സ്റ്റൈഫൻഡ് കൊടുക്കും. ഇതും വളരെ ശ്രദ്ധേയമായ സ്ത്രീ പങ്കാളിത്തം ഉറപ്പുവരുന്നതിനുള്ള പദ്ധതിയായിട്ടാണ് നമ്മൾ കാണുന്നത്.
സംസ്ഥാനത്തെ ചലച്ചിത്ര അവാർഡില് പ്രത്യേകമായ ചില കാര്യങ്ങൾ തീരുമാനിച്ചു. അതിലൊന്ന്, സിനിമയുടെ ഏതെങ്കിലും മേഖലയിൽ മികവ് പുലർത്തുന്ന സ്ത്രീ ട്രാൻസ്ജെൻഡർ വിഭാഗങ്ങൾക്കായി 50,000 രൂപയുടെ പ്രത്യേക അവാർഡ് ഈ കാലയളവിൽ നമുക്ക് ഏർപ്പെടുത്താൻ കഴിഞ്ഞത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഷൂട്ടിംഗ് സെന്ററുകൾ രൂപപ്പെട്ടു വന്നു. എന്നാൽ ഇപ്പോൾ ചിത്രാഞ്ജലി സ്റ്റുഡിയോ കോംപ്ലക്സ് ഒരു 150 കോടി രൂപയുടെ പദ്ധതി നമ്മൾ നടപ്പാക്കുകയാണ്. അതിൽ ഏകദേശം 70 കോടി രൂപയുടെ ആദ്യഘട്ട പദ്ധതി പൂർത്തീകരണ ഘട്ടത്തിലാണ്. ഈ വർഷം അവസാനത്തോടെ അത് പൂർത്തീകരിച്ച് ഉദ്ഘാടനം ചെയ്യാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. രണ്ടാം ഘട്ടം 80 കോടിയുടെ പദ്ധതിയുടെ വിശദമായ പ്രൊജക്ട് റിപ്പോർട്ട് തയ്യാറാക്കുന്ന നടപടികൾ നടന്നു വരുന്നു. 150 കോടിയുടെ പദ്ധതി പൂർത്തീകരിക്കുമ്പോൾ ചിത്രാഞ്ജലി സ്റ്റുഡിയോ നല്ല തരത്തിലുള്ള ഒരു ഷൂട്ടിംഗ് കേന്ദ്രമായി നമുക്ക് മാറ്റാൻ കഴിയുമെന്നത് എടുത്തു പറയാൻ ഉദ്ദേശിക്കുകയാണ്. ഗവൺമെന്റ് വളരെയേറെ സിനിമാ മേഖല ശ്രദ്ധിക്കുന്നതിന്റെ മറ്റൊരു തെളിവാണ് ചിത്രാഞ്ജലി സ്റ്റുഡിയോയുടെ നവീകരണം. ഭാഗമായിട്ടുള്ള ഉപ സബ്ജക്റ്റുകൾ ധാരാളമുണ്ട്. അതെല്ലാം ഇവിടെ വായിക്കാൻ ഉദ്ദേശിക്കുന്നു. 2, ജോലി കരാർ തൊഴിലിടം എന്നതാണ് രണ്ടാമത്തെ പാനൽ ഡിസ്കഷൻ. 3, സൗകര്യപ്രദവും ലഘുതരവുമായ ചലച്ചിത്ര നിർമ്മാണം. 4, സിനിമാ മേഖല അടിസ്ഥാന സൗകര്യ വികസനവും പൈതൃക ആർക്കൈവുകളുടെ വികസനവും. 5, തിയേറ്ററുകൾ, ഇ ടിക്കറ്റിംഗ്, വിതരണക്കാർ, പ്രദർശനം. മലയാള സിനിമയുടെ തിയേറ്റർ രംഗത്തിന്റെ ആരോഗ്യത്തിനായുള്ള വിപണി അധിഷ്ഠിത പരിഷ്കാരങ്ങൾ. 6, നയപരമായ ശുപാർശകൾക്കുള്ള ചർച്ചാ വിഷയങ്ങൾ. അത് വ്യവസായ പദവി അടക്കമുള്ള കാര്യങ്ങളെല്ലാം അതിനകത്ത് ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങളാണ്. 7, ഫ്യൂച്ചർ ടെക്നോളജി വൈരുദ്ധ്യം. 8, മലയാള സിനിമയുടെ സാക്ഷരത, മലയാള സിനിമയുടെ സൊസൈറ്റികൾ, ചലച്ചിത്രോത്സവങ്ങൾ എന്നിവയെ ശാക്തീകരിക്കുക. 9, ടൂറിസം, സോഫ്റ്റ് പവർ, ആഗോള നിർമ്മാണം എന്നിവയ്ക്കായി മലയാള സിനിമയെ ഉപയോഗപ്പെടുത്തുക. ഈ 9 പാനൽ ഡിസ്കഷൻസിലൂടെ 10-40ഓളം വിഷയങ്ങൾ. പിന്നീട് അത് മാറ്റാൻ അല്ലെങ്കിൽ പേരിന് വള്ളിയും പുള്ളിയും മാറ്റി സിനിമയുടെ പേര് ആവിഷ്കരിക്കുന്ന കാര്യമില്ല. കാരണം ജാനകി എന്ന് പറയുന്ന സിനിമ മുമ്പ് കേരളത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പൊ ജാനകി വന്നപ്പോൾ എന്താണ് പ്രശ്നം? അപ്പോ സിനിമ ഒരു സ്വതന്ത്രമായ ഒരു പരിപ്രേക്ഷ്യമാണ്. അത് സ്വതന്ത്രമായി അതിന്റെ കലാരൂപങ്ങള്, കലാപ്രവർത്തനം നടക്കണം. ഏതെങ്കിലും ആളുകളെ മോശപ്പെടുത്താനോ അല്ലെങ്കിൽ ആക്ഷേപിക്കാനോ ഉള്ളതല്ല സിനിമ. അത് സംഭവിക്കും. പക്ഷെ ഈ സിനിമയിലൊന്നും അത്ര ആക്ഷേപമോ അല്ലെങ്കിൽ മോശപ്പെടുത്തലോ കാണുന്നില്ല. അപ്പൊ ബോധപൂർവമായി കത്തലി കൊടുക്കുക, അത് നമ്മുടെ രാജ്യത്ത് വളർന്നു വരുന്ന ജനാധിപത്യ വിരുദ്ധമായ ചില സമീപനങ്ങളുടെ ഭാഗം തന്നെയാണ്. സെൻസർ ബോർഡ് അങ്ങനെ ഇടപെടേണ്ട യാതൊരു കാര്യമില്ല. അത് സ്വതന്ത്രമായ സിനിമാ നിർമ്മാണത്തിന്റെ കടകൾ കത്തിവെക്കലാണ്. അതിൽ ഗവൺമെന്റിന്റെ നിലപാട് വളരെ സുവിഗ്ധമാണ്. ഞങ്ങൾ ആവിഷ്കാര സ്വാതന്ത്ര്യം വേണം എന്ന പക്ഷത്താണ്. ഈ കോൺക്ലേവിൽ ഈ ഉള്ളടക്കത്തിന്റെ ഭാഗമായി വരുന്ന ലഘു വിഷയങ്ങളിൽ ആ പ്രശ്നം ഉന്നയിച്ചിട്ടുണ്ട്. ആ പ്രശ്നം ഇതിന്റെ ഭാഗമായി ചർച്ച ചെയ്യും. നിയമനിർമ്മാണ ഘട്ടത്തിൽ നമ്മുടെ നിലവിലുള്ള നിയമവ്യവസ്ഥയ്ക്ക് അനുരൂപമായ രീതിയിൽ ഇതെങ്ങനെ നമുക്ക് കൈകാര്യം ചെയ്യാൻ കഴിയുന്നതിനെ പറ്റി ഉള്ള ചർച്ചകളും ഇതിന്റെ ഭാഗമായിട്ട്